വിമരം പോലൊരു കുന്നിൻ മുകളിലായി കുടികൊള്ളുമെന്റെ കൊടിക്കുന്നിൽ ഭഗവതിയെ. മഴ കൊണ്ടു വെയിലേറ്റ് ഉഴുതിടും കാളകൾ ഉരുകിടും ക്ഷീണമായി ഗുരുതിക്കുടം നിന്നിൽ നേർന്നുവെന്നാൽ പാടായ പാടങ്ങൾ പൂട്ടുവാൻ ആരോഗ്യം കാക്കുന്ന ഭഗവതിയെ, കൊടിക്കുന്നിൽ ഭഗവതിയെ. വിളവുകൾ സമൃദ്ധിയായി വിളയുവാൻ കനിവോടെ കാക്കുന്ന ഭഗവതിയെ, കൊടിക്കുന്നിൽ ഭഗവതിയെ. വയലുകൾ കൊയ്തെടുത്തോരോ കതിരുമായി കാണിക്കയായി വയ്ക്കുവാൻ, നിൻ തിരുമുന്നിൽ കാണിക്കയായി വയ്ക്കുവാൻ. കാലിൽ ചിലമ്പുമായി കയ്യിൽ വാളുമായി മറുകൈയിൽ ചിലമ്പേന്തി കോമരം തുള്ളിക്കൊണ്ടാടുന്നു ഞങ്ങൾ കൊടിക്കുന്നിൽ ഭഗവതിയെ. വിളവായ പഴവർഗ കായ്ക്കനികൾ കതിരറ്റ വേല നടത്തും ഞങ്ങൾ, കതിരറ്റ വേല നടത്തും. വേലക്കുണർവേകി കാളയും കോലവും കോൽക്കുടയുമേന്തിയും കോമരം തുള്ളിക്കൊണ്ടേറ്റു പറയുമ്പോൾ നോവുകൾ കേൾക്കും ഭഗവതിയെ, കൊടിക്കുന്നിൽ ഭഗവതിയെ. അടിയന്റെ നോവുകൾ കേട്ടു നീ കതിരറ്റ കതിരിലെ പതിരായ പതിരും കതിരാക്കി മാറ്റും ഭഗവതിയെ, കൊടിക്കുന്നിൽ ഭഗവതിയെ. കാലക്കെടുതിയായി പേമാരിയായി മഴക്കാലത്ത് വെല്ലും കാളിയായി നീ എന്റെ വിളവുകൾ കാക്കും ഭഗവതിയെ, കൊടിക്കുന്നിൽ ഭഗവതിയെ. കൊടുംവേനലിൽ കുളാക്കായലും വറ്റാതെ അടിയന്റെ വിളവുകൾ കാക്കും ഭഗവതിയെ, കൊടിക്കുന്നിൽ ഭഗവതിയെ. കൊടിമരം പോലൊരു കുന്നിൻ മുകളിൽ നീ ഭാരതത്തിൻ പുഴയോരത്ത് ഗ്രാമത്ത് കുടികൊള്ളും എന്റെ കൊടിക്കുന്നിൽ ഭഗവതിയെ. ഹായ്, നമസ്കാരം. ഞാൻ സുരേഷ് ബാബു വള്ളൂർ. ഞാനിപ്പോൾ പാടിവിട്ടത് കൊടിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലാണ്. അതായത് പാലക്കാട് ജില്ലയിലെ തൃത്താല പരിതൂര് ഗ്രാമപഞ്ചായത്ത് കൊടിക്കുന്ന്. ഇവിടെ രണ്ടെണ്ണം ഉണ്ട് എൻ്റെ അറിവിൽ നമ്മുടെ അടുത്തുള്ളത്. കാരണം ഒന്ന് ചുണ്ടമ്പറ്റ കൊടിക്കുന്ന്, പക്ഷേ ഇത് നമ്മുടെ പരിതൂര് ഗ്രാമപഞ്ചായത്തിൽ കൊടിക്കുന്ന്. വ്യക്തമായിട്ട് പുറത്തേക്ക് നല്ല അറിയപ്പെടുന്ന ഒരു അമ്പലം പറയുകയാണെങ്കിൽ നമ്മുടെ MT വാസുദേവൻ നായരുടെ കഥയിൽ ഉണ്ട് ഈ ഒരു അമ്പലം. MTയുടെ മച്ചിൽ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളത് അറിയാമല്ലോ, വായിച്ച ആൾക്കാർക്കും മാത്രമല്ല. MTയെ പറ്റിയിട്ട് ഇപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള സംഭവത്തിലൊക്കെ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഞാനൊരു കോഴിക്കോട് പോയ സമയത്ത് തന്നെ, അങ്ങനെ ട്രിപ്പ് പോയ സമയത്ത് തന്നെ അവിടെ തന്നെ ചോദിച്ചു, MTയുടെ കഥയിലുള്ള കൊടിക്കുന്ന് അവിടെ ഇല്ലേ, നിങ്ങളുടെ നാട്ടിലില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അറിയുന്ന ഒരു സംഭവം കൂടിയുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു കതിരറ്റ വേല പറ്റിയിട്ട് നമ്മുടെ ഈ കർഷകരും ദൈവം തമ്മിലുള്ളൊരു ആത്മബന്ധത്തെ ആ ഒരു അടിസ്ഥാനമാക്കിയിട്ടാണ് ഞാൻ കുറച്ച് വരികൾ എനിക്ക് കിട്ടിയത്. പിന്നെ ഇതിലൊരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അവിടെ പണ്ട് കാലത്ത് അവിടെ പാല് കൊടുന്നു വന്നിരുന്ന പുഴയുടെ അക്കരെയുള്ള ഒരു സാധാരണ കുട്ട സ്ത്രീ, അവർക്ക് ഭക്ഷണം അവിടുത്തെ നെതിച്ചോറായിരുന്നു. അപ്പം അന്ന് വരാൻ പറ്റിയില്ല, പുഴ നിറഞ്ഞിട്ടോ എങ്ങാണ്ടോ, അന്ന് പാലങ്ങളൊന്നുമില്ലയോ, ഇവിടെ വെള്ളിയാങ്കല്ല് പാലൊക്കെ വന്നത്. അപ്പോൾ ദേവി അവിടെ കൊണ്ടുപോയിട്ട് അവർക്ക് ഭക്ഷണം, അവിടെ ചോറ് കൊടുത്തു എന്നുള്ളതുണ്ട്. അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങളായിട്ടും ഒരുപാട് സംഭവമുണ്ട്. പിന്നെ നമ്മുടെ ശൂലം വെള്ളിയാങ്കല്ല് ദർശനമുണ്ടായാലും ഒരുപാട് സംഭവമുണ്ട്. പക്ഷെ ഞാനതില്ല, ഒരുപാട് ഐതിഹ്യമുണ്ട് എന്ന് പറയാണ്. ഞാൻ അതിലേക്കൊന്നും കിടക്കാനുള്ള നമുക്കുള്ള ഇതില്ല. പിന്നെ വരികൾ നമുക്ക് ഈ ഒരു വഴിയാണ് കിട്ടിയത്. കാരണം ഞാൻ അവിടെ എല്ലാ പ്രാവശ്യവും നമ്മുടെ കതിരറ്റ വേലക്ക് പോകും. കാരണം കർഷകർ നടത്തുന്ന ഒരു സംഭവമാണ്. അവർ കാണിക്കായിട്ട് വെക്കുന്നതാണ്. അവരുടെ ഒരു വർഷത്തെ ഒരു ഇത് വയ്ക്കും. അത് ഭയങ്കര സംഭവമാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഇവർ കതിരറ്റ വേല ഇതെല്ലാം കാണിക്കും. പച്ചക്കറി, പഴവർഗ്ഗ, പിന്നെ എല്ലാ സാധനം കൊടുത്തിട്ട് ദേവിക്ക് കാഴ്ച വെച്ച്
അവിടെ ഒരു കോമരം തുള്ളാൻ്റെ പരിപാടിയുണ്ട്. അവരുടെ ഇതൊക്കെ പഴയ ആ ഒരു ആഭരണങ്ങളെല്ലാം അണിഞ്ഞിട്ട് അവരുടെ ആ പഴയ ഒരു ഇതിലെ ഇതൊക്കെ വെച്ചിട്ടാണ് അവർ കോമരം തുള്ളുക. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര രസമാണ്. കോമരം തുള്ളിയിട്ട് ദേവിയോട് കൽപ്പന പറയും. ഒക്കെ ദേവി തന്നെ കയറിയിട്ട് ദേവിയും കോമരം ഒന്നായി മാറുന്നൊരു സംഭവമുണ്ട്. അങ്ങനെ അവരുടെ ഉത്സവമാണ് കൊടയും കോൽക്കുടയും അതുപോലെ തന്നെ കാളയും ഇപ്പം എല്ലാ വക എല്ലാതായിട്ടും ഭയങ്കര ഒരു ഉത്സവം, ഒരു പൂരം തന്നെ എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ളൊരു വലിയ ഇത്. അങ്ങനെ അത് എല്ലാ പ്രാവശ്യം ഞാൻ കാണാൻ പോകാറുണ്ട്. കാരണം ഇപ്രാവശ്യം എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ അതാണെന്ന് പറഞ്ഞു വരുന്നത്. അത് അന്ന് എൻ്റെ നാട്ടിലെ കുംഭഭരണി വേലയായിരുന്നു 4-ാം തീയതി. അപ്പോൾ പോകാൻ പറ്റിയില്ല. എനിക്ക് കുറേ ഫോട്ടോസൊക്കെ ഞാൻ എല്ലാം എടുക്കണം എന്നുള്ളൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പറ്റിയില്ല. അപ്പോൾ വിടാനും വഴിക്ക് ഞാനിപ്പോൾ ഈ പാട്ട് ഇത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറെ ഇപ്പോൾ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ പിന്നെ കുളാക്കായലുണ്ട്. കുളാക്കായൽ ഏത് വേനൽക്കാലത്തും നല്ല വെള്ളമാണ്, നല്ല ആമ്പൽ ഇതൊക്കെ ഉണ്ട്. വെള്ളം അത് ഇപ്പോഴും കൃഷിയൊക്കെ നടക്കുന്നുണ്ട് അവിടെ. കൃഷി എന്ന് പറഞ്ഞാൽ അവിടെ വെള്ളം തിരിച്ചു വിടാൻ ഒരു ചാല് അതിന്നിങ്ങനെ വിട്ടിരിക്കുകയാണ്. അവിടെ എപ്പോഴും കൃഷി കാര്യങ്ങൾ വേനൽക്കാലത്തുണ്ട് എന്നുള്ളതാണ്. ഭയങ്കര പച്ചപ്പ് കാര്യങ്ങളൊക്കെ ആസ്വദിക്കുന്നത്. അതിൻ്റെ ഒരു വെള്ളം തന്നെ മറ്റു സ്ഥലങ്ങളിലൊക്കെ വ്യാപിച്ച് കിടക്കുന്നുണ്ട് വരുന്നുണ്ട്. പിന്നെ ഈ പുഴ എടുത്ത് കൂടെ കൊണ്ട് വേനൽക്കാലത്ത് അറിയാമല്ലോ, പുഴയിൽ അങ്ങനെ എന്തെങ്കിലും തടയാനുണ്ടെങ്കിലുള്ളൂ. ഇപ്പോൾ വെള്ളിയാങ്കല്ല് കുറച്ച് അപ്പുറത്താണ്, വെള്ളമൊക്കെ നിൽക്കുള്ളൂ. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഭാവനയിൽ. അവിടെ ദേവി അത്രയും ഗ്രാമീണമായിട്ടുള്ളൊരു ഇതിലും പിന്നെ കർഷകനോടുള്ള ഒരു ആത്മബന്ധം, പിന്നെ ഈ വരികളിലൂടെ ഓരോ സംഭവങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ളതും അതൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഈ കതിരറ്റ വേലൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു കുളിർമയാണ്. ഇപ്പോഴും ആ ഒരു സംഭവം കാണണമെങ്കിൽ ഭയങ്കര എല്ലാ പൂരങ്ങളും എല്ലായിടത്തും ഇല്ലാതുണ്ടെങ്കിലും ഇത് ഒരു ഇപ്പോഴും കൊണ്ടാടി പോകുന്ന ഒരു സംഭവം നമ്മൾ കാഴ്ചയിൽ കാണുമ്പോൾ അതിൽ എനിക്കിങ്ങനെ വല്ലാണ്ടൊരു തോന്നി. അപ്പം ഞാനത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ പ്രാവശ്യവും ഇതിങ്ങനെ മനസ്സിൽ കയറ്റിട്ട് കാണില്ല. ഇഷ്ടമായിട്ടുള്ളൊരു സംഭവത്തെ നമുക്ക് എപ്പോഴും വർണ്ണിക്കാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ വേറൊരു വശമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു നമസ്കാരം നേരുന്നു. ഒരുപാട് വരികൾ ഇനിയും ഉണ്ടാവും. ഓക്കെ, എല്ലാവർക്കും